അല്ല ഇടപെടാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടക്കം ഇപ്പൊ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിന്റെ കൂടെ സർക്കാർ നിൽക്കാം. എന്റെ സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹീറോയിസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ക കോൺഗ്രസ് പ്രൊഡക്റ്റാണ്, നോ ഡൗട്ട്സ്. നിങ്ങളൊരു വെറും കോൺഗ്രസ് അനുഭാവ, കോൺഗ്രസ് സ്നേഹ പ്രൊഡക്റ്റ് മാത്രമാണ് നിങ്ങൾ എന്നാണ് ഞാൻ പറയുക. കാരണം പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടത് ഗവൺമെന്റിനാലാണ്, അല്ലാതെ പത്രക്കാരനെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടല്ല. ഇവിടെ പറയുന്നത് എനിക്കെതിരെ പോലും കേസുണ്ടെങ്കിൽ നിങ്ങളത് പോയി കേസ് കൊടുക്കണോ, എനിക്കെതിരെ പോലും ഇട്ട പോസ്റ്റുകൾ അതൊക്കെ റീറ്റേൺ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ പോയി കേസ് കൊടുക്കും. അപ്പം ഞാൻ നിങ്ങളൊപ്പം നിൽക്കാം. അവിടെ വലിയൊരു പിശകുണ്ട് സാർ, ഒരു വലിയ പിശകുണ്ട് അവിടെ. എന്താണ് പിശക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അർത്ഥസത്യം ഒരു വ്യാജ പ്രചരണം പറഞ്ഞുതരാം. ഒന്ന്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനമില്ലേ, ആ സാധനം നമ്മൾ ആരെങ്കിലും കേസ് കൊടുക്കുന്നതിനൊക്കെ നല്ലത് അത് ഗവൺമെന്റ് ഒഫീഷ്യൽസും മറ്റും നിയമപരമായിട്ട് നീങ്ങുമ്പോഴാണ് അതിന് ശക്തമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാവുക. രണ്ട്, മെറ്റയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്താൽ ആ കേസ് ഫയൽ ചെയ്ത് വ്യക്തികൾക്ക് പിന്നെ മെറ്റയിൽ നിന്ന് വരുമാനം ലഭിക്കില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. റിപ്പോർട്ടർ ചാനലോ ഒപ്പം തന്നെ കൈരളി ഏതെങ്കിലും ചാനല് മെറ്റയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്ത് വിചാരിക്കുക, പിന്നെ അവരിടുന്ന ഒരു വീഡിയോയ്ക്ക് അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. വലിയ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന സിമ്പിൾ കേസല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസുമായിട്ട് ചാനലുകൾ പോവില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് 100% അറിയാം. എന്റെ പൊന്നു മക്കളെ, റിപ്പോർട്ടർ ചാനൽ പോവില്ല. എന്തുകൊണ്ടാ? സോഷ്യൽ മീഡിയയിൽ നിന്ന്, ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇല്ലാണ്ടാവും. ലക്ഷങ്ങളുടെ വരുമാനം നിലയ്ക്കും. പിന്നെ അവർ പോവില്ല. അതറിയാം നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഇനി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കളി. സത്യത്തിൽ ഇവിടെ ചെയ്യേണ്ടതാണ്, ഇത് സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. നമ്മുടെ പത്രസ്വാതന്ത്ര്യത്തിന്റെ, സംസാരിക്കുവാനുള്ള, പ്രസംഗിക്കുവാനുള്ള, വർത്തമാനം പറയാനുള്ള, നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ ആരാ നിൽക്കേണ്ടത്? ഗവൺമെന്റാണ്. ശരിക്കും ഇവിടെ ഗവൺമെന്റാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. ഗവൺമെന്റ് കേസ് ഫയൽ ചെയ്യണം. ഇവിടെ ഞങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ അവർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ മെറ്റ നീക്കം ചെയ്യുന്നു, അത് ശരിയല്ല, ഇത് പരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് മെറ്റയ്ക്കെതിരെ കേസ് നൽകേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ആണെന്നേ. അതല്ലേ ഹീറോയിസം? അതിനു പകരം ഇദ്ദേഹം വളരെ ഹീറോ ആയിട്ട് പറയുന്നത്, അങ്ങനെ പറഞ്ഞോട്ടെ കേട്ടോ, നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ, ഹീറോ ആയിട്ട് പറയുന്നത് എന്തൊരു വലിയ സംഭവം പോലെയാണ്. ഇങ്ങനൊക്കെ ചെയ്യുന്ന വേറെ ആളുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റ് അത് നീക്കം ചെയ്തതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ നീക്കം ചെയ്ത മെറ്റയുടെ കൂടെയല്ല, ആ പോസ്റ്റ് എന്നെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇട്ട നിങ്ങളുടെ കൂടെ നിൽക്കായി സർക്കാർ. ഇങ്ങനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും. കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ഒരു ഇത് വേണ്ടേ? അതില്ല. കാണൂ. എന്തിനാ നീച്ചു പോയേ? ഇതിന് ബാക്കി ഉത്തരം പറയണ്ടേ? വേണ്ട സുഹൃത്തുക്കളെ, ഇത് ഭയങ്കര പ്രശ്നമാണെന്നേ. നമ്മളൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുക. എന്തായാലും ഭയങ്കര രസകരമായിട്ടാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ നമ്മുടെയൊക്കെ മീഡിയ സ്വാതന്ത്ര്യമൊക്കെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഭയങ്കര രസം അല്ലേ? ബൈ.